പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ വിസ്മയിക്കേണ്ട. നിന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് ശാന്തി നുകരും, ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. സ്നേഹനാഥനായ കർത്താവേ, അവിടുത്തെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ ഇന്നേ ദിനം എല്ലാ സൃഷ്ടികളോടും ചേർന്ന് നന്ദി പറയുന്നു. അതിരുകളില്ലാത്ത ഞങ്ങളെ സ്നേഹിക്കുകയും ശൈശവത്തിലും വാർദ്ധക്യത്തിലും ഞങ്ങളെ തോളിൽ വഹിക്കുകയും ചെയ്യുന്ന അങ്ങേക്ക് ഞങ്ങൾ ആരാധനാ സ്തുതികൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും താമസം വിന ഇടപെടുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, കാരുണ്യവാരിധിയായ അങ്ങയെപ്പോലെ ഈ ഭൂമിയിൽ മറ്റാരുണ്ട് ഞങ്ങൾക്ക് ആശ്രയിക്കുവാനായി? അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കരുണയോടെ നോക്കണമേ. നല്ല ദൈവമേ, അവിടുത്തെ കരുണ ഒന്നു മാത്രമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശാന്തി നുകരുവാൻ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ എല്ലാവിധ കുടിലതകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഇനിയൊരിക്കലും ദുഷ്ടൻ്റെ കെണിയിൽ വീഴാതെ അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങ് നയിക്കുന്ന വഴികളിലൂടെ നടക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലം ആകുലപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവരെയും ഓർക്കുന്നു. നല്ല അമ്മേ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് മനസ്സിൻ്റെ നൊമ്പരങ്ങളെ എടുത്തു മാറ്റണമേ. എല്ലാ രോഗങ്ങളെയും ക്ലേശങ്ങളെയും അങ്ങേ പുത്രൻ്റെ കുരിശോട് ചേർത്തു വെച്ച് എല്ലാ സഹനങ്ങളെയും രക്ഷാകരമാക്കി മാറ്റുവാൻ ഇടയാകണമേ. പരിശുദ്ധ മാതാവേ, വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിൽ തിരികെ എത്താൻ കഴിയാതെ വിഷമിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ അവർക്ക് ആശ്വാസമായി അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ദരിദ്രരുടെ അഭയകേന്ദ്രമായ പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ സ്നേഹപൂർവകമായ കരം നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളെയും രോഗങ്ങളെയും അകറ്റി അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെല്ലാവരെയും മൂടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സമൃദ്ധിയും സന്തോഷവും നൽകണമേ. ദയയുള്ള അമ്മേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിൽ എന്നും അനുഭവപ്പെടട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ കോണുകളിലും സമാധാനം വാഴട്ടെ. സ്നേഹം ഞങ്ങളുടെ വഴികാട്ടിയാകട്ടെ. ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരായി പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതം അമ്മയുടെ നിരുപാധിക സ്നേഹത്തിൻ്റെ പ്രതിഫലനമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞാൻ അമ്മയുടെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്നു. നന്ദിയോടെ അമ്മ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ അമ്മയുടെ മാതൃ സംരക്ഷണത്തിനായി ഞാൻ എന്നെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചങ്ങലകളും തകർക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സമൃദ്ധിയും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയിൽ ആശ്വാസവും പ്രതീക്ഷയും കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിമിഷം അവിടുന്ന് എൻ്റെ അപേക്ഷകൾ കേൾക്കുകയും എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ തടവിലാക്കിയ
എല്ലാ ചങ്ങലകളും പൊട്ടിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ആരോഗ്യവും സമൃദ്ധിയും കൊണ്ടുവരണമേ. ദയയുള്ള അമ്മേ, ദുരിതം അനുഭവിക്കുന്നവരുടെ താങ്ങും അശരണരുടെ സംരക്ഷകയുമാണ് അവിടുന്ന്. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ എൻ്റെ വിശ്വാസവും പ്രത്യാശയും സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെ സ്വതന്ത്രമാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിഷേധാത്മകതയും ദോഷകരമായ സ്വാധീനങ്ങളും ഇല്ലാതാക്കണമേ. അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തട്ടെ. പൂർണ്ണവും ശാശ്വതവുമായ രീതിയിൽ ഞങ്ങളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ഭൗതികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ പുരോഗതിയുടെ വാതിലുകൾ തുറക്കണമേ. അങ്ങനെ ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും സ്ഥിരതയും സമൃദ്ധിയും കൈവരിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാമ്മേ, അമ്മയുടെ ജ്ഞാനവും വിവേകവും ഞങ്ങളുടെ ചുവടുകളെ നയിക്കട്ടെ. ഞങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും ഇടയാകട്ടെ. ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും സമൃദ്ധമായ ഫലങ്ങളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒപ്പം ഞങ്ങളുടെ സമൃദ്ധി ഔദാര്യത്തോടെ പങ്കിടുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭവനത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും ക്ഷേമവും സമൃദ്ധിയും നൽകണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ വീടുകളിലും അനുഭവപ്പെടുകയും ഞങ്ങൾ അമ്മയെ ബഹുമാനിക്കുകയും ചെയ്യട്ടെ. അമ്മയുടെ സമാധാനം ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. സ്നേഹനിധിയായ അമ്മേ, എൻ്റെ വിശ്വാസത്തെയും ഭക്തിയെയും ശക്തിപ്പെടുത്തണമേ. പ്രയാസകരമായ സമയങ്ങളിൽ ഞാൻ അമ്മയെ എപ്പോഴും ആശ്രയിക്കട്ടെ. എൻ്റെ ജീവിതം അമ്മയുടെ നന്മയുടെയും ശക്തിയുടെയും ജീവനുള്ള സാക്ഷ്യമാക്കട്ടെ. എൻ്റെ അസ്തിത്വത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഞാൻ അമ്മയെ ബഹുമാനിക്കും. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നന്ദിയോടും സ്നേഹത്തോടും കൂടി എൻ്റെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ. അമ്മയുടെ മാതൃകൈകളിൽ ഞാൻ എന്നെ തന്നെ, എൻ്റെ ഭവനത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആരോഗ്യവും സമൃദ്ധിയും കൈവരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ അരികിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഞാൻ അമ്മയിലേക്ക് തിരിയുന്നത് തുടരുന്നു. വിനയത്തോടും ഭക്തിയോടും കൂടി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ തകർക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ അനുദിന പോരാട്ടങ്ങളും വെല്ലുവിളികളും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളും പരിമിതികളും അമ്മ അറിയുന്നുവല്ലോ. അതിനാൽ അമ്മയുടെ സഹായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചുവടുകൾ തുടർന്ന് നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കൃപയും മാതൃസംരക്ഷണവും കൊണ്ട് എൻ്റെ പാത പ്രകാശിപ്പിക്കണമേ. അമ്മയുടെ കൈകൾ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കട്ടെ. വൈകാരികവും ആത്മീയവുമായ രോഗങ്ങളിൽ നിന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സുഖപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഊർജം പുതുക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. സമനില ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾ പൂർണ്ണവും ഊർജ്ജസ്വലവുമായ ആരോഗ്യം ആസ്വദിക്കുവാൻ ഇടയാകട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ഭൗതിക യാത്രയെ അനുഗ്രഹിക്കണമേ. ഐശ്വര്യം കൊണ്ടുവരുവാൻ ഞങ്ങളെ ബാധിക്കുന്ന സാമ്പത്തികമായ എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റണമേ. വളർച്ചയ്ക്കും സമൃദ്ധിക്കുമുള്ള അവസരങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതം സമൃദ്ധിയും ക്ഷേമവും കൊണ്ട് വ്യാപിക്കട്ടെ. അമ്മയുടെ ജ്ഞാനം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെയും തീരുമാനങ്ങളെയും നയിക്കട്ടെ. ഞങ്ങൾക്ക് ലഭിച്ച വിഭവങ്ങളുടെ കാര്യനിർവഹണത്തിൽ
ഞാൻ വിവേകിയായി മാറട്ടെ. പരിശുദ്ധ മാതാവേ, ഞാൻ ഔദാര്യത്തിൻ്റെയും ആവശ്യമുള്ളവരോട് പങ്കുവെക്കുന്നതിൻ്റെയും ഒരു ചാനലാകട്ടെ. സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾക്കായി എൻ്റെ ഹൃദയം തുറന്നിരിക്കട്ടെ. പീഡിതരുടെ സാന്ത്വനവും അശരണരുടെ പിന്തുണയുമായ പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ സംരക്ഷണം നീട്ടണമേ. എല്ലാ തിന്മകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും വിടുവിക്കുകയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അമ്മയെ വിശ്വസിക്കുന്നു. അമ്മയുടെ വിശ്വാസത്തിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ എനിക്ക് അമ്മയിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടമാകാതിരിക്കട്ടെ. അമ്മയോടുള്ള എൻ്റെ ഭക്തി എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയാകട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ അനുദിന ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിനും കൃപയ്ക്കും ഞാൻ സാക്ഷ്യം വഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും നന്ദിയും ഭക്തിയും കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കുകയും ചെയ്യണമേ. എൻ്റെ അഭ്യർത്ഥനകൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഉത്തരം നൽകണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മാതൃകൈകളിൽ ഒരിക്കൽ കൂടി എൻ്റെ ഭവനത്തെ, പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയായി നമുക്ക് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളെല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.